to another episode of e.talks spoken English series. ജീവിതം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായി ഒഴുകുന്ന ഒരു നദിയൊന്നുമല്ല. പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. വലിയ ഷോക്കിംഗ് ഇൻസിഡൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം, ദാരുണമായ ചില അന്ത്യങ്ങൾ, ചില പ്രകൃതി ദുരന്തങ്ങൾ, ചില അപകടങ്ങൾ, നമുക്കൊരിക്കലും വിശ്വസിക്കാനാവാത്ത ചില സംഗതികൾ നടക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഷോക്കായി പോവാറുണ്ട്. ഈ സമയത്ത് ഇംഗ്ലീഷ് മാത്രം അറിയുന്നവരോട് എങ്ങനെയാണ് ഈ ഷോക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്യുക? ഇതാണ് ഇന്ന് നാം ഈ ടോക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പലരും ഷോക്കും സർപ്രൈസും പലപ്പോഴും ഒന്നിച്ച് പറയാറുണ്ട്. ഷോക്കിംഗ് ആയ ചില സംഗതികൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ഐ വാസ് സർപ്രൈസ്ഡ് എന്ന് പറയാറുണ്ട്. സർപ്രൈസ് വേറെ ഒരു സംഗതിയാണ്, അതൊരു പോസിറ്റീവ് മീനിങ് ആണ് അതിനുള്ളത്. എന്നാൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമാണ്. പ്രകൃതി ദുരന്തം പോലെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ പോലെ, ചില പ്രത്യേക മരണങ്ങൾ പോലെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരുടെ ആത്മഹത്യകൾ പോലെ, അങ്ങനെ പലതും. ഇതൊക്കെയാണ് നെഗറ്റീവായ കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഷോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഷോക്കാണ്. കോഴിക്കോട് എയർപോർട്ടിലെ ആദ്യത്തെ ന്യൂസ് വരുന്നത് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി, ചെറുതായി ഒന്ന് തെന്നിമാറി എന്ന രീതിയിലാണ്. ഒരു അപകടവും ഇല്ല എന്ന ന്യൂസാണ് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയത്. കുറച്ചൊക്കെ യാത്ര ചെയ്ത് ശീലമുള്ളത് കൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അലാമിങ് ന്യൂസായിട്ട്, ഷോക്കിംഗ് ന്യൂസായിട്ട് ഈ ഒരു എയർപോർട്ടിലെ അപകടം നമ്മളെ തേടിയെത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പറയാതെ വയ്യ. ഐ വാസ് കംപ്ലീറ്റ്ലി ടേക്കൺ അബാക്ക് ബൈ ദാറ്റ് ന്യൂസ്. ഐ വാസ് കംപ്ലീറ്റ്ലി ടേക്കൺ അബാക്ക് ബൈ ദ ന്യൂസ്. ചില നല്ല സുഹൃത്തുക്കളുണ്ട്, അവരൊരിക്കലും പിരിയില്ല എന്ന് നമ്മൾ വിചാരിക്കും. നല്ല കട്ട ഫ്രണ്ട്സാണ്. ഈ കട്ട ഫ്രണ്ട്സ് ഒരിക്കൽ തല്ലുകൂടി പോലീസ് സ്റ്റേഷനിൽ കേസായി, അല്ലെങ്കിൽ ഒരാളെ കൊന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് അൺബിലീവബിൾ അല്ലേ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു കപ്പിൾസ്, വളരെ സ്നേഹത്തോടെ കഴിഞ്ഞ ഒരു കപ്പിൾസ്, അവർ ഭാര്യയും ഭർത്താവും നല്ല രീതിയിലാണ് നമ്മളൊക്കെ കണ്ടത്. ഒരു ദിവസം കേൾക്കുന്നു ഒരാൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് അൺബിലീവബിൾ, ഇറ്റ് ഈസ് അൺബിലീവബിൾ, ഇറ്റ് ഈസ് അൺബിലീവബിൾ എന്ന് പറയും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ചില ന്യൂസുകൾ നമ്മളെ തേടിയെത്തുന്നത്. നമ്മുടെ വളരെ ഉടയവരായ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാവ്, പിതാവ് മരിച്ചു എന്ന വാർത്ത നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ദ ന്യൂസ് കെയിം ആസ് എ കംപ്ലീറ്റ് ഷോക്ക് അല്ലേ? നമുക്ക് പെട്ടെന്ന് ഉറക്കെ കരയണമെന്ന് തോന്നും, ചിലപ്പോൾ കരഞ്ഞു പോകും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ദ ന്യൂസ് കെയിം ആസ് എ കംപ്ലീറ്റ് ഷോക്ക്. നമ്മൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വേറൊരാളോട് പറയുമ്പോൾ ഐ ഗോട്ട് ദാറ്റ് മെസ്സേജ്, എനിക്ക് ആ മെസ്സേജ് കിട്ടിയ സമയത്ത് ദ ന്യൂസ് കെയിം ആസ് എ കംപ്ലീറ്റ് ഷോക്ക് എന്ന് പറയും. എങ്ങനെ? ദ ന്യൂസ് കെയിം ആസ് എ കംപ്ലീറ്റ് ഷോക്ക്, ദ ന്യൂസ് കെയിം ആസ് എ കംപ്ലീറ്റ് ഷോക്ക്. പിന്നെ നമ്മൾ പലപ്പോഴും പറയാണ് ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറയും. ഞെട്ടിപ്പോയി ഒരാള്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ, വളരെ സത്യസന്ധനായ ഒരാൾ, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന വളരെ വിശ്വസ്തനായ ഒരാൾ കളവ് കേസിൽ പിടിക്കപ്പെടുകയും വലിയൊരു ചെയിൻ, വലിയൊരു റാക്കറ്റ് അവരുടെ പിന്നിലുണ്ട് എന്നറിയുമ്പോൾ ഐ വാസ് സ്റ്റൺഡ് അല്ലേ? ഐ വാസ് സ്റ്റൺഡ്, ഐ വാസ് ജസ്റ്റ് സ്റ്റൺഡ് ബൈ ദാറ്റ് ന്യൂസ് അല്ലേ? നമ്മൾ ഞെട്ടിപ്പോയി എന്ന് പറയുന്നതാണ് ഐ വാസ് ജസ്റ്റ് സ്റ്റൺഡ്. ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് ഐ വാസ് ജസ്റ്റ് സ്റ്റൺഡ് ടു ഹിയർ ദാറ്റ് ന്യൂസ്. ഞാൻ ആ ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഞാൻ ഇതുവരെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഗതി. അപ്പോഴാണ് ഐ വാസ് സ്റ്റൺഡ് ടു സീ ഹിം ദേർ അല്ലേ? അങ്ങനെയാണ് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ വളരെ സുരക്ഷയോടുകൂടി നമ്മൾ ചെയ്ത പല സംഗതികളും, ഒരു സുരക്ഷാ വീഴ്ചയും ഇല്ലാതെ ചെയ്ത പല സംഗതികളും സംഭവിച്ച് കാണുമ്പോൾ, അപകടങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ പറയും there is no way it could have happened, there is no way it could have happened, there is no way it could have happened. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയും.
നന്നായിട്ട് നല്ല ഉറപ്പുള്ള ഒരു പ്രദേശത്ത് പെട്ടെന്നൊരു ഉരുൾപൊട്ടൽ ഉണ്ടാവുമ്പോൾ there is no way that could have happened, that could have happened, that could have happened, there is no way that could have happened എന്ന് പറയും. അങ്ങനെ സംഭവിക്കാനേ വഴിയില്ല എന്ന് പറയും. അങ്ങനെ സംഭവിക്കാനേ വഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഓക്കെ, ഈ 5 ഫ്രേസുകൾ പഠിച്ചു വെക്കുക. ഇതാണ് നമ്മൾ ഷോക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 ഫ്രേസുകളാണിത്. ഇനിയൊരു വളരെ ട്രാജിക് ആയ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ, ഒരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂസ്, നമ്മളോടൊരാൾ വന്നിട്ട് ഒരു ട്രാജിക് ആയ ഒരു ഷോക്കിംഗ് ആയ ഒരു ന്യൂസ് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഭയങ്കരം എന്ന് പറയില്ലേ? നമ്മളൊരു ഭയങ്കരം എന്ന് പറയുന്നതാണ് ഇറ്റ്സ് ഓഫുൾ. ഓ ഇറ്റ്സ് ഓഫുൾ, ഇറ്റ്സ് ഓഫുൾ, ഇറ്റ്സ് ഓഫുൾ എന്ന് പറയണം. ഇനി അതേപോലെ തന്നെ ഒരു ഇറ്റ്സ് എ ടെറിബിൾ ന്യൂസ്, ഇറ്റ്സ് എ ടെറിബിൾ ന്യൂസ്, ഇറ്റ്സ് എ ടെറിബിൾ ന്യൂസ്. ഓ ഇറ്റ്സ് എ ടെറിബിൾ ന്യൂസ്. നമ്മൾ കേൾക്കുമ്പോഴേ ആകെപ്പാടെ പരിഭ്രമിച്ചു പോകുന്നു, പേടിച്ചു പോകുന്നു. ഇറ്റ്സ് എ ടെറിബിൾ ന്യൂസ് ടു ഹിയർ ദാറ്റ്. അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ കാണുമ്പോൾ, നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് എ ട്രാജഡി, ഇറ്റ്സ് എ ടോട്ടൽ ട്രാജഡി, ഇറ്റ്സ് എ കംപ്ലീറ്റ് ട്രാജഡി അല്ലേ? അല്ലെങ്കിൽ ചിലരുടെ ദുഃഖപൂരിതമായ ജീവിതം കാണുമ്പോൾ, ഒരു ചെറിയ കുടിലുകളിൽ താമസിക്കുന്നവർക്ക് ഒരു നേരത്തിന് ഭക്ഷണം പോലും ഇല്ലാതെ, നമ്മളൊക്കെ ആഘോഷപൂർവ്വം ജീവിക്കുന്നതിനിടക്ക് ചിലരൊന്നും ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുന്നത് കാണുമ്പോൾ വാട്ട് എ ട്രാജഡി, ഇറ്റ്സ് എ ട്രാജഡി എന്ന് പറയും. ആ ന്യൂസ് കാണുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് എ ട്രാജഡി. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സംഗതിയാണ്. അപ്പോൾ ഒരു വലിയ അപകടം നടന്ന വീട്ടിൽ ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിന് താങ്ങാവുന്നതിന് അപ്പുറമായിരിക്കും ചിലപ്പോഴൊക്കെ ചില കുടുംബനാഥന്മാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മക്കളൊക്കെ മരിച്ചു പോവുകയോ അപകടപ്പെടുകയോ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് കാലമെടുക്കും ഇതിൻ്റെ മുറിവുണങ്ങി വരാൻ എന്ന് നമ്മൾ പറയാം. അത് പറയുന്നതാണ് ടു കം ടു ടേംസ് വിത്ത്, ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു കം ടു ടേംസ് വിത്ത് എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയാത്ത പോലും അവസ്ഥയിൽ നമ്മൾ മാനസികമായി അവരെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അപ്പോഴാണ് നമ്മൾ പറയാം വി ക്യാൻ ഡു ഓൺലി ടു ഗിവ് ദം മോറൽ സപ്പോർട്ട്, അല്ലേ? ടു ഗിവ് എ മോറൽ സപ്പോർട്ട് ടു ദ ഫാമിലി. ഇത്രയുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട 5 ഫ്രേസുകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.